ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതിയരുടെ വിധി തേടാൻ മുതിരുന്നുവോ? വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കുവാൻ അയോഗ്യരാകുന്നത് എങ്ങനെ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾക്കറിവില്ലേ? അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ടോ? ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപന്മാരെ അവരോധിക്കുന്നുവോ? സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ? സഹോദരനെതിരെ പരാതിയുമായ ന്യായാസനത്തെ സമീപിക്കുന്നു, അതും വിജാതിയരുടെ ന്യായാസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. 1980-കളിലാണെന്ന് തോന്നുന്നു കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കങ്ങളെ കുറിച്ച് പുറപ്പെടുവിപ്പിച്ച ഒരു വിധിയിൽ ഹൈക്കോടതി ജഡ്ജി പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ ഈ നിരീക്ഷണം അക്കാലത്തെ സാധാരണക്കാരനായ ധാരാളം ക്രൈസ്തവരെ വല്ലാതെ സ്പർശിച്ച വാക്കുകളായിരുന്നു ഇത്. തലസ്ഥാനത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു പത്രം ഈ ചോദ്യം വല്ലാതെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കോടതി വിധി റിപ്പോർട്ട് ചെയ്തത്. പൗലോസ് ലീഹയുടെ വാക്കുകൾ അതേപടി ഉദ്ധരിക്കുമ്പോൾ അതിൽ സഭ ഒട്ടും വിലമതിക്കാത്ത ന്യായാധിപൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തോടുള്ള സഭയുടെ അനാദരവല്ല, പിന്നെയോ കൊരിന്തോസിലെ സംവിധാനത്തോട് വിശുദ്ധ പൗലോസിനുള്ള സമീപനമാണ് എന്ന് ഓർക്കുക. കേരളത്തെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയ ബിഷപ്പ് ഫ്രാങ്കോ കേസിലെ വിധിയും അതേക്കുറിച്ചും അത് സംബന്ധിച്ച് അനന്തര നടപടികളെ കുറിച്ചും വരുന്ന വാർത്തകളുമാണ് ഈ ദൈവവചനം വീണ്ടും ഓർമ്മയിലെത്തിച്ചത്. 2000 വർഷത്തെ പഴക്കമുള്ള കേരള സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു കേസ് ഉണ്ടാകുന്നത്. സ്ലീഹന്മാരുടെ പിൻഗാമിയായി സഭ അത്യാദരപൂർവ്വം കണക്കാക്കുന്ന ഒരു മെത്രാൻ ഒരു സ്ത്രീ പീഡന കേസിൽ കുറ്റവിചാരണ നേരിടുക. ഈ യാഥാർത്ഥ്യം സഭയ്ക്ക് വല്ലാത്ത മുറിവുണ്ടാക്കി എന്നത് സത്യമാണ്. കേസിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നിൽക്കാതെ സഭാ കൂട്ടായ്മയും കൂദാശ ജീവിതത്തെയും ഈ കേസിന്റെ പേരിൽ ഉപേക്ഷിച്ച പലരുമുണ്ട്. ഇതാണ് സഭയുടെ അകത്തളത്തിലെ രീതി എന്ന് വരുത്തി തീർക്കാൻ സഭാവിരോധികൾ നടത്തിയ നീക്കങ്ങളും അതിനെതിരെ കണ്ണും പൂട്ടി സഭയുടെ പോരാളികൾ നടത്തിയ പ്രതിരോധവും ഒന്നുപോലെ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. സത്യം മനസ്സിലാക്കി ന്യായീകരിച്ചവരെയും ന്യായീകരണ തൊഴിലാളികളായാണ് സമൂഹം വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ അങ്ങനെയാക്കി. കേസിൽ പിതാവ് കുറ്റവിമുക്തനാക്കപ്പെട്ടുവെങ്കിലും സഭയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. കുറ്റപ്പെടുത്തലും ജയഘോഷവും തുടരുന്നത് ഈ മുറിവ് ആഴപ്പെടാനാണ് ഇടയാക്കുക. ഫ്രാങ്കോ പിതാവിനെ കടിച്ചു കയറി പങ്കുവച്ചവരെയും പിതാവിനെ കണ്ണടച്ച് ന്യായീകരിച്ചവരെയും ഒന്നുപോലെ ഞെട്ടിക്കുന്നതായിരുന്നു കോട്ടയം കോടതിയിലെ വിധി. മാധ്യമ വിചാരണക്കാരും ചില സമുദായ സംഘടനകളുടെ സഭാവിരുദ്ധതയുടെ നാവായി മാറിയ ചില മുൻ ന്യായാധിപന്മാർ അടക്കമുള്ള ചർച്ചാ തൊഴിലാളികളും കുറ്റക്കാരനായി വിധിക്കുകയും അദ്ദേഹത്തിനുള്ള ശിക്ഷ മാത്രം വിധിക്കുവാൻ കോട്ടയം കോടതിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്ത കേസിൽ സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പിതാവ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചപ്പോഴാണ് അവർ വല്ലാതെ ഞെട്ടുകയും സ്ഥിരബുദ്ധി ഇല്ലാത്തവരെ പോലെ പലതും പുലമ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതെങ്കിൽ, ഇത്രയേറെ സാമൂഹിക സമ്മർദ്ദമുണ്ടായിട്ടും തന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിതാവിനെ കുറ്റവിമുക്തനാക്കുവാൻ കോടതി കാണിച്ച ധൈര്യമാണ് പിതാവിന്റെ അനുകൂലികളെ ഞെട്ടിച്ചത്. ഇന്ത്യൻ ജുഡീഷ്യറിയെ വരുതിക്ക് നിർത്താൻ മാധ്യമങ്ങൾക്കാവില്ല എന്നതിന്റെ സാക്ഷ്യവും ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള പ്രത്യാശയുടെ തിരുനാളവുമായി ആ വിധി. കോടതി വിധിക്കെതിരെ വല്ലാത്ത പ്രതികരണങ്ങൾ നടത്തിയവർക്കെതിരെ കോടതിയിൽ അലക്ഷ്യ കേസിന് പോകാൻ പോലും നീക്കം നടക്കുന്നുണ്ട്. 2009 ജനുവരി 1 സിസ്റ്റർ സെഫിയയുടെ കേസിൽ വിധി പറയുമ്പോൾ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമ മാധ്യമങ്ങൾക്ക് കേസ് നടത്തിപ്പിൽ വഹിക്കുന്ന നിന്ദ്യമായ ഇടപെടലിനെ കുറിച്ച് പറയുന്നു. വിധിന്യായത്തിന്റെ 19-ാം ഖണ്ഡികയിൽ അവർ പറഞ്ഞു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാധ്യമ വാർത്തകൾ മാത്രമാണ് കോടതിയിൽ പറയുന്നത്. അവർ സ്വന്തമായി അന്വേഷിച്ച് കണ്ടെത്തിയ ഒന്നും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. 94-ാമത് ഖണ്ഡികയിൽ അവർ എഴുതി, വിവരങ്ങളൊന്നും പരിശോധിക്കാതെ മാധ്യമങ്ങൾ വിധി പ്രഖ്യാപിച്ചു. മാധ്യമങ്ങളുടെ പരസ്യ വിധിക്കെതിരെ എഴുതിയാൽ മാനഹാനിയുടെ ഡെമോക്ലസിന്റെ വാളാണ് ജുഡീഷ്യറിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്നത്. അവർ പൊതുസമൂഹത്തെക്കുറിച്ചും പറയുന്നു. പാവം ജനങ്ങൾ, അവർക്ക് ശരിയായ വിവരങ്ങൾ കിട്ടുന്നില്ല. അവരെ മാധ്യമങ്ങൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ്. മാധ്യമങ്ങൾ കൊടുത്ത വിശ്വാസങ്ങൾക്കെതിരായി വരുന്ന വിധി ന്യായത്തെ വിശ്വസിക്കുവാൻ അവർക്കാവുന്നില്ല. പാവം ജനം. യേശുവിന്റെ വാക്കുകളാണ് ജസ്റ്റിസ് ഹേമ ഉദ്ധരിക്കുന്നത്. പിതാവെ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അടുത്ത ഖണ്ഡികയിൽ അവർ ജഡ്ജിമാരെ കുറിച്ച് പറയുന്നു.
ജഡ്ജിമാർ നാളത്തെ മാധ്യമങ്ങളിൽ വരാവുന്ന പ്രതികൂല പ്രതികരണത്തിൽ ഉരുകിപ്പോകുന്ന മെഴുകുതിരികളല്ല. അവർക്ക് രേഖകൾ അനുസരിച്ച് നിയമം പറയാനാണ് സാധിക്കുക. ആകാശം ഇടിഞ്ഞു വീണാലും നീതി വിജയിക്കും. ജസ്റ്റിസ് ഹേമയുടെ ഈ വാക്കുകൾ അന്വർത്ഥമാകുകയായിരുന്നു കോട്ടയം കോടതിയുടെ വിധി. ഒരു അപ്പീൽ കോടതിക്കും ഒരു തിരുത്തലും വരുത്താനാവാത്ത വിധം കുറ്റമറ്റതാണ് വിധിയെന്ന് ബിഷപ്പിനെ അനുകൂലിക്കുന്ന ന്യായീകരണക്കാർ മാത്രമല്ല, നിഷ്പക്ഷരായ നിരവധി നിയമ വിദഗ്ധരും അഭിപ്രായപ്പെട്ടു കണ്ടു. എന്നാൽ അപ്പീലിന് വളരെ സാധ്യതയുള്ള കേസാണിതെന്ന് മുൻ ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷയെ പോലുള്ളവരും പറഞ്ഞു കേട്ടു. വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാനുള്ള സമ്മർദ്ദങ്ങൾ ഇപ്പോഴും കുറുവിലങ്ങാട് മഠത്തിൽ സന്യാസികളായി കഴിയുന്ന അവരുടെ മേലുണ്ട്. അപ്പീലിൽ അവർ ജയിക്കുമോ തോൽക്കുമോ എന്നതല്ല വിഷയം. അതിലൂടെ ക്രൈസ്തവ സഭയെ സമൂഹത്തിൽ ചീത്തയാക്കുവാൻ സഭാവിരോധികൾക്ക് സാധിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതിജീവിത ജനസമൂഹത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് ഫാദർ അഗസ്റ്റിൻ വട്ടോളി പ്രഖ്യാപിച്ചു കണ്ടു. കോട്ടയം കോടതി വിധിയിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത എന്താണ് ഇനി അവർക്ക് പൊതുസമൂഹത്തോട് പറയാനുണ്ടാവുക? തെളിവെടുപ്പുകൾ രഹസ്യത്തിലായിരുന്നുവെങ്കിലും വിധിന്യായത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന വിവരങ്ങൾ പരസ്യരേഖയാണ്. വിധിന്യായം പൂർണ്ണമായി സോഷ്യൽ മീഡിയയിൽ ലഭ്യവുമാണ്. മഠത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് സന്യാസവസ്ത്രം ഭാരമാണെന്ന് പരാതിപ്പെട്ടിരുന്ന ഒരു മഹതി സഭയുടെ എല്ലാ കോടതികളും അവരെ സന്യാസ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ സന്യാസവസ്ത്രം നിർബന്ധമായും ധരിച്ച് അവസരം കിട്ടുന്ന ചാനലുകളിലെല്ലാം എത്തി സന്യാസത്തെയും സഭയെയും ചീത്ത പറയുന്നത് പോലെ മുന്നോട്ട് പോകുവാനുള്ള ആലോചന സഭയുടെ ശത്രുക്കൾക്കല്ലാതെ ആർക്കാണ് പ്രയോജനം ചെയ്യുക? കുപ്രസിദ്ധമായ ഈ കേസിൽ ആരായിരുന്നു ഇര? ആരാണ് അതിജീവിത? തെളിവില്ലാത്ത കേസിൽ പ്രതിയാക്കപ്പെട്ട് മെത്രാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന പിതാവോ, പരാതിക്കാരിയായ ഒന്നാം സാക്ഷിയോ? വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉത്തരം പറയാവുന്ന ഒന്നല്ല അത്. കേസിന്റെ ആരംഭ നാളുകളിൽ ഒരിക്കൽ പിതാവ് പറഞ്ഞത് ഓർക്കുന്നു: സത്യം ദൈവത്തിനും എനിക്കും ആ സിസ്റ്ററിനും അറിയാം. എല്ലാ യുദ്ധത്തിലും ആദ്യം മരിക്കുന്നത് സത്യമാണെന്നതും സത്യം. വിവാഹമോചന കേസുകളെ കുറിച്ച് പണ്ടൊരു ജഡ്ജി പറഞ്ഞതും ഓർക്കുന്നു: കേസ് ജയിക്കാൻ വേണ്ടി രണ്ടു കൂട്ടരും കല്ല് വെച്ച നുണകൾ മെനഞ്ഞെടുക്കും. കേസുകളുടെ കാര്യത്തിൽ ഇത്തരം സത്യങ്ങളുണ്ട്. അതുകൊണ്ട് വിധിന്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒന്നാം സാക്ഷിയുടെയും ബിഷപ്പിന്റെയും മൊഴികളിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം. കേസിന്റെ വിധി വന്നപ്പോൾ കൂടുതലൊന്നും പറയാതെ ദൈവത്തിന് സ്തുതി എന്ന് മാത്രം പ്രതികരിച്ച പിതാവ് നേരെ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു. കേസ് നടത്തിപ്പിന്റെ കാലത്ത് താമസിച്ചിരുന്ന ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിലെത്തി ദൈവത്തിന് കൃതജ്ഞതാ ബലി അർപ്പിക്കുകയായിരുന്നു. കേസിന്റെ നാളുകളിൽ അദ്ദേഹം കാണിച്ച സമീപനവും ദൈവാശ്രയ ബോധത്തിൽ അടിത്തറയിട്ടതായിരുന്നു. കോടതിയിൽ കേസ് നടത്തുവാൻ അദ്ദേഹം സമർത്ഥരായ അഭിഭാഷകരെ നിയോഗിക്കുകയും ചെയ്തു. കേസിന്റെ വിചാരണ വേളയിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ താൻ അനുഭവിച്ചുവെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. വളരെ ക്രൈസ്തവമായ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് മേൽ ചാർത്തപ്പെട്ട കളങ്കത്തിന്റെ നിഴലിലാണ് മാധ്യമങ്ങൾ എല്ലാം വ്യാഖ്യാനിച്ചതും പൊതുമനസാക്ഷി പരുവപ്പെടുത്തിയതും. കേസിലെ പരാതിക്കാരി കോടതി അവരെ വിളിക്കുന്നത് ഒന്നാം സാക്ഷി എന്നാണ്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തമുണ്ടാക്കിയ പാപബോധത്തിൽ നിന്നാണ് പോലീസ് പരാതിയിലേക്ക് പോകുന്നതെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുമ്പോൾ അവരുടെ മനസാക്ഷി വല്ലാതെ കുറ്റപ്പെടുത്തിയതായും പറയുന്നു. ഈ പാപബോധവും അനുതാപവുമാണ് വലിയ വിശുദ്ധിയിലേക്കുള്ള കവാടം. അവർ ഇപ്പോഴും സന്യാസവസ്ത്രം ധരിച്ചാണ് ജീവിക്കുന്നത്. അതായത് പുണ്യശ്ലോകനായ സിംപോരിയൻ കിപ്പൂറത്ത് പിതാവ് സന്യാസി സഭയിലേക്ക് തെരഞ്ഞെടുത്ത അവരിൽ ഇനിയും ആ കനൽ അണഞ്ഞിട്ടില്ല. തോന്നലുകൾക്ക് അടിപ്പെട്ട പല തീരുമാനങ്ങളും അവർ എടുത്തതായി വിധിന്യായത്തിലുണ്ട്. സന്യാസം ഉപേക്ഷിക്കുവാൻ അപേക്ഷ കൊടുത്തതും ശേഷം അപേക്ഷ പിൻവലിച്ചതുമെല്ലാം അത്തരം സംഭവങ്ങളാണ്. അബദ്ധങ്ങളും സംഭവിച്ചിരിക്കാം. ആർക്കാണ് അബദ്ധം സംഭവിക്കാത്തത്? ഫ്രാൻസിസ് പാപ്പ എപ്പോഴും സമ്മതിക്കാറുണ്ട്: പാപിയാണ് ഞാൻ, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ പൗലോസ് പറയുന്നു: പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ഓർക്കുക, സഭ പാപികളെ വിശുദ്ധരാക്കുന്ന പുണ്യ സങ്കേതമാണ്. മരിയ ഗൊരോത്തി മാത്രമല്ല, വിശുദ്ധ അഗസ്റ്റിനോസും സഭയുടെ വിശുദ്ധനാണ്. ഇതുവരെ ചെയ്തവയല്ല, ഇനിയുള്ള ദിനങ്ങളാണ് കന്യാസ്ത്രീയും സഭയും ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനുള്ള ജ്ഞാനി നിങ്ങളിലില്ലേ? അതാണ് പൗലോസ് ലിഹ ചോദിക്കുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ? സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായ ന്യായാസനത്തെ സമീപിക്കുന്നു, അതും വിജാതിയരുടെ ന്യായാസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. അനുരഞ്ജനത്തിൽ തോൽക്കുന്നവരില്ല, എല്ലാവരും ജയിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്തി പ്രതിയാക്കി ജയിക്കുവാനല്ല. അത്തരമൊരു വിജയം വിശുദ്ധിയുടെ വഴിയുമല്ല.
സന്യാസ ജീവിതം തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാൻ, അംഗീകരിക്കുവാൻ സഭയ്ക്ക് സാധിക്കണം. അവരുടെ കൂടി വിശ്വാസം ആർജിക്കാനാവുന്നവർ ഇടപെട്ടാൽ സാധിക്കുന്ന കാര്യമല്ലേ അത്? ജയിച്ചവരുടെ വേർഷൻ മാത്രമല്ല, തോറ്റവരുടെ വേർഷനും തുറവിയോടെ കേൾക്കാനാവുന്ന ജ്ഞാനവൃദ്ധന്മാർ സഭയിലുണ്ട്. അല്ല, പോരാട്ടം തുടരാനാണ് ഭാവമെങ്കിൽ നാം പ്രസംഗിക്കുന്ന വിശ്വാസത്തിനും അനുരഞ്ജനത്തിന്റെ പാതയ്ക്കുമൊക്കെ എന്തു വില? ക്രിസ്ത്യാനുകരണത്തിൽ തോമസ് എ കമ്പീസ് പറയുന്നു, സന്യാസ വസ്ത്രമല്ല ഒരാളെ സന്യാസിനിയാക്കുന്നത്, ജീവിതമാണ്. ഇറ്റ് ഈസ് നോട്ട് ഹാബിറ്റ് ദാറ്റ് മേക്ക് എ മങ്ക്. തോറ്റവന്റെ പുസ്തകമാണ് പുതിയ നിയമം. എന്നെ എന്തിന് തല്ലി എന്ന് അന്യായമായി മർദ്ദിച്ചവനോട് അവിടുന്ന് ചോദിച്ചു എന്നത് സത്യം. പക്ഷേ നിന്നെ വിടാനും തൂക്കാനും എനിക്കാവും എന്ന് ഗർവ് കാണിച്ച ഗവർണറോട് പറഞ്ഞത്, നിനക്ക് എന്റെ മേൽ അധികാരം തന്നവനാണ് വലിയവൻ എന്നായിരുന്നു. അതാവേണ്ടതുണ്ട് ക്രൈസ്തവരുടെ മാതൃക, സന്യാസികളുടെയും വൈദികരുടെയും മെത്രാന്മാരുടെയും. ഓർത്തഡോക്സ് യാക്കോബോയ പള്ളിത്തർക്ക കേസിൽ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് കേട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതി വരുമായിരുന്നു. സുപ്രീം കോടതിയിൽ ഓർത്തഡോക്സുകാർ ജയിക്കുകയും യാക്കോബായക്കാർ ദയനീയമായി തോൽക്കുകയും ചെയ്തു എന്നതാണ് സത്യം. പക്ഷെ അത് ദൈവം ആഗ്രഹിക്കുന്ന നീതിയാവുമോ? അതല്ലേ നടക്കേണ്ടത്? അതിനുള്ള മനസ്സല്ലേ, ഹൃദയ വിശാലതയല്ലേ സഭയിൽ നിന്നും, സഭാ നേതാക്കളിൽ നിന്നും, സന്യാസികളിൽ നിന്നും ദൈവവും ലോകവും പ്രതീക്ഷിക്കുന്നത്? എതിരാളിയെ നിഗ്രഹിക്കാനുള്ള മനസ്സ് ക്രൈസ്തവമാണോ? ഇതിനാണോ ഈ കുപ്പായം ധരിക്കുന്നത്? ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ചു പറയുന്നത് ഓർക്കുക. എന്നോട് ദൈവം ഏറെ ക്ഷമിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാനും ക്ഷമിക്കുന്നു. അതിലൂടെ വിടരുന്നത് പ്രകാശപൂരിതമായ പ്രഭാതമാവും. ശീലോഹന്റെ കാഴ്ചകൾ ഇനി